ഹലോ ഗൈസ്, നൗഫി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കോഴിക്കോടിൽ നിന്ന് നേരെ പഴനിയിലേക്കാണ് കേട്ടോ. അവിടെ എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഷോപ്പ് അവിടെ ആയതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ വരുന്നതാണെങ്കിലും നല്ല അടിപൊളിയാണ്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ അവിടെ. ജലദോഷം പിടിച്ചിട്ട് വർത്താനം പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ പറയും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ ഗൈസ്. എന്തായാലും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. നമ്മളറിയാത്ത നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങളല്ല ഞാൻ ഒരു വൈബ് തന്നെ കേട്ടോ. ഈ ഒരു ട്രെയിനിലൊക്കെ ഒരുപാട് മണിക്കൂറൊക്കെ ഇങ്ങനെ യാത്ര പോവാൻ ഞാനും ദുഹവും ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ. വലിയ കുട്ടി വന്നിട്ടില്ല, അവൾ വീട്ടിലാണ്. അവൾക്ക് സ്കൂളും നഴ്സറിയൊക്കെ ഉണ്ടായത് കൊണ്ട് അവിടെ നിർത്തിക്കാണ്. ഇവൾക്കാണെങ്കിൽ ബോറടിക്കുക ആയിരിക്കും. ചെറിയ ബേബിക്ക് ഇവളെ പേരെന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇവളെ പേരാണ് ദുഹ എന്ന് വിളിക്കും. ദുഹ മെഹറി എന്നാണ് കേട്ടോ ഗൈസ്. പിന്നാണെങ്കിലോ ഒരുപാട് കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ്. ഒരുപാട് കാണാനുള്ളത് വെച്ചാൽ ഇതെന്താണ് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കറങ്ങണത് നിൽക്കപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കരണ്ടിൻ്റെ എന്തൊക്കെ ഒരു വെറൈറ്റി ഒരു സംഭവമാണ് എന്ന്. ഓക്കെ, എന്നാലും അടിപൊളിയാണ് ഇങ്ങനെ ഒരു കറങ്ങണതൊക്കെ അല്ലേ. എന്നാലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. എന്നാലും ഞാനൊന്ന് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ സത്യം പറയണം, മേക്കപ്പ് ഇട്ടതൊക്കെ എന്തായാലും ഒരു ദിവസവും ഫുള്ളായിട്ട് യാത്ര ചെയ്താൽ പോകുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അത്രക്കും എന്താ പറയുക കരി പോലെ ആയിട്ടുണ്ട് ഗൈസ്. മുഖത്ത് ഫുള്ളും എന്താ പറയുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല സംഭവം, അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് കേൾക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. ഒരു ഫുള്ള് യാത്ര ആയതുകൊണ്ട് ഫുള്ള് ക്ഷീണം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ അടിപൊളിയായിട്ട് കാണണം. പിന്നെ എൻ്റെ ബ്ലോഗിൽ ഫുള്ളും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അവിടെ ഒരുപാട് ചങ്ങായിമാരൊക്കെ കിട്ടിയിട്ട് ട്രെയിനിൽ വല്യമ്മമാരാണെങ്കിലും അവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഗ്രാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ആദ്യമായിട്ടാണ് പോകണമെങ്കിലും പോയിട്ടുള്ള കാര്യം എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. ഇവിടെയുള്ള ഫുള്ള് വീഡിയോസും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ കമൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി നാഫി പാത്തു എന്നാണ്, അതെല്ലാവരും ഫോളോ ചെയ്ത് വെക്കാം. നമുക്ക് പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കും നല്ല വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബൈ.